പ്രിയമുള്ള സഹോദരന്മാരെ, പ്രകൃതി മുഴുവൻ അത്ഭുതങ്ങളാണ്. പർവ്വതങ്ങൾ ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത്? പർവ്വതങ്ങൾ ഭൂമിയുടെ ആണികളാണോ? പർവ്വതങ്ങൾ ഭൂമികളുടെ ആണികളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് പറയുമ്പോൾ അതിൻ്റെ സാഹിത്യ ഭംഗിയും ശാസ്ത്രബോധവും മനസ്സിലാക്കാത്ത ചില ആളുകൾ പർവ്വതങ്ങളെ ഒരു 3 ഇഞ്ച് ആണിയോട് ഉപമിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ അതൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ഈ ഭൂമിയുടെ ബാലൻസ് നിയന്ത്രിക്കുന്നതിൽ പർവ്വതങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് നിങ്ങൾ അടിച്ചു നോക്കുക. ഗൂഗിൾ കൃത്യമായി മറുപടി പറയും. ഈ ഭൂലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പർവ്വതങ്ങളെ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് ഭൂമിയുടെ ബാലൻസ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അത് സംബന്ധമായി പറഞ്ഞത് വല്ലർല മദദ്നാഹ വ അൽഖൈനാ ഫിഹാ റവാസിയ, ഭൂമിയെ നാം വിരുത്തി പരത്തി. അതിനെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയെ വിശാലമാക്കുകയും വ അൽഖൈനാ ഫിഹാ റവാസിയ, ആ ഭൂമിയിൽ നാം റവാസിയ സ്ഥാപിക്കുകയും ചെയ്തു, അഥവാ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തു. പർവ്വതങ്ങൾ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഭൂമിയിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അതുപോലെ തന്നെ അലം നജ്അലിൽ അർള മിഹാദ, ഈ ഭൂമിയെ നാം ഒരു തൊട്ടിലാക്കിയില്ലയോ? തൊട്ടിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ ഉറങ്ങുന്ന തൊട്ടിലല്ല. അങ്ങനെ ആരും ആ ഖുർആൻ വചനത്തെ മനസ്സിലാക്കിയിട്ടില്ല, ചില യുക്തിരഹിതമായി ചിന്തിക്കുന്ന ആളുകളല്ലാതെ. ഭൂമിയെ നാം ഒരു തൊട്ടിലാക്കിയില്ലയോ? വൽ ജിബാല ഔത്താദ, പർവ്വതങ്ങളെ അവനൊരു ഔത്താദ് ഉറപ്പിച്ചു നിർത്തുന്ന ആണികളാക്കുകയും ചെയ്തില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും വിശുദ്ധ ഖുർആനിൽ വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, ഭൂമിയുടെ ഭ്രമണത്തിൽ നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവൻ ഉറച്ച പർവ്വതങ്ങളെ സ്ഥാപിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ മലകൾക്ക് വേരുകൾ ഉണ്ട് എന്നുള്ളതാണ് കൗതുകകരമായ ഒരു അവസ്ഥ. അത് വൃക്ഷത്തിൻ്റെ വേര് പോലെയല്ല. നാം പർവ്വതത്തെ എത്രമാത്രം മുകളിലേക്ക് കാണുന്നുവോ അതിനേക്കാൾ ഇരട്ടി ഭൂമിക്കടിയിലേക്ക് അത് നീണ്ടു കിടക്കുന്നുവെന്ന് ശാസ്ത്രബോധമുള്ള ആളുകൾ പറയുന്നതാണ്. ജിയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കനത്ത കരിമ്പാറകളുള്ള മേഖലകൾക്കടിയിലൂടെ ഭൂകമ്പ തരംഗങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നതും അത്തരം പർവ്വതഭാഗങ്ങൾക്കടുത്ത് ഗുരുത്വാകർഷണം കുറയുന്നുവെന്നതും സൂചിപ്പിക്കുന്നത് ആ പർവ്വതങ്ങൾ ഗണ്യമായ അളവിൽ ഉള്ളിലേക്ക് ആണ്ടുകിടക്കുന്നുവെന്നതാണ്. അഥവാ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ബസാൾട്ടിൽ ചെന്ന് മുട്ടുന്ന വേരുകൾ അവയ്ക്കുണ്ട് എന്നാണ്, മരത്തിൻ്റെ വേരുകളല്ല. ഇതൊരു ശാസ്ത്രഗ്രന്ഥത്തിൽ പറയുന്നതാണ്. റിച്ചാർഡ് എം പേൾ എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ പർവ്വതങ്ങൾക്ക് വേരുകൾ ഉണ്ട് എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 1400 വർഷം മുമ്പ് എഴുതാനും വായിക്കാനും അറിയാതിരുന്ന ഒരു പ്രവാചകൻ്റെ അധരങ്ങളിലൂടെ വന്ന മലകൾക്കുപയോഗിക്കുന്ന റവാസിയ, ഉറച്ചത്, ആണികൾ എന്നൊക്കെയുള്ള പ്രയോഗം വളരെ പെർഫെക്റ്റാണ്. ഈ വിഷയം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന GS പ്രദീപ് എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ഒരു അഭിമുഖം നിങ്ങൾ കേട്ടു നോക്കുക. പ്രിയപ്പെട്ട പുസ്തകം ഏത്? അങ്ങനെ ഒരെണ്ണം പറയാൻ പറ്റുമോ? അതോ അങ്ങനെ? കാര്യം ഒരുപക്ഷെ വളരെ വിശാലമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചതിൽ ഒരു പുസ്തകം പോലും എനിക്ക് അപ്രിയമായവയില്ല. കുട്ടിക്കാലത്ത് വായിച്ചു തുടങ്ങിയ തോമസ് ടി എമ്പാട്ടിന്റെയും വേളൂർ പി കെ രാമേന്ദ്രന്റെയും നീലകണ്ഠൻ പരമാരയുടെയും ദുർഗാപ്രസാദ് ഖേത്രിയുടെയും ഡിറ്റക്റ്റീവ് നോവലുകൾ മുതൽ
ഏറ്റവും പുതുതായി വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം വരെയും എനിക്ക് ഇഷ്ടപ്പെടാത്തതായി ഒന്നുമില്ല. എല്ലാ പുസ്തകങ്ങളും ഇഷ്ടമാണ്. അതിൽ വളരെ പ്രണയം തോന്നിയ സുഭാഷിന്റെ പുസ്തകം, ടി.ഡി. രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോരയാകട്ടെ, അല്ലെങ്കിൽ ദേവിന്റെ അയൽക്കാരാകട്ടെ, ആനന്ദിന്റെ ആൾക്കൂട്ടമാകട്ടെ, കവിതകളാകട്ടെ, മലയാളത്തിൽ എഴുതപ്പെട്ട ഒട്ടുമിക്ക കവിതാ സമാഹാരങ്ങളും ആകട്ടെ. പക്ഷെ ഒരു പുസ്തകം പറയുവാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നിങ്ങളോട് 2 പുസ്തകങ്ങൾ പറയാനുള്ള അവസരം ചോദിക്കും. 2 പുസ്തകങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ 2 പുസ്തകങ്ങൾക്ക് ഉത്തരം നൽകും. ഏതൊക്കെയാണ് ആ 2 പുസ്തകം? അത് ദയവ് ചെയ്ത് ഈ 2 പുസ്തകങ്ങളും തമ്മിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മുകളിൽ എന്ന് നിങ്ങൾ കരുതരുത്. ഈ 2 പുസ്തകങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വിവാദ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. ചോദ്യം വ്യക്തിപരമാണ്, ഉത്തരവും വ്യക്തിപരമാണ്. എനിക്ക് ഏറ്റവും പ്രിയങ്കരമെന്ന് തോന്നുന്ന 2 പുസ്തകങ്ങളെ, ഞാൻ വായിച്ചു തീർത്ത പുസ്തകക്കൂട്ടങ്ങളിൽ നിന്ന് 2 പറയാൻ പറഞ്ഞാൽ കാലാതിവൃത്തിയായ 2 പുസ്തകങ്ങളാണ് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. അതിലൊരു പുസ്തകം ലോകത്തിലെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളും പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളും ഒക്കെ ആരംഭിക്കുന്നത് 18-ാം നൂറ്റാണ്ടിലൊക്കെയാണ്, 19-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് പർവ്വതങ്ങൾ എന്ന്. പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. പറയുന്നത് പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നത് പറയൂ എന്ന് ലോകത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നവരെ മുൻനിർത്തിക്കൊണ്ട് പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലേക്കുള്ള നിശാപ്രയാണ വേളയിൽ ചിലരുടെ ചുണ്ടുകൾ അഗ്നിക്കത്രികകളാൽ അരിഞ്ഞിരിക്കുന്നത് കണ്ട് ജിബ്രിൽ മാലാഖയോട് അബൂ ത്വാലിബിന്റെ സാന്നിധ്യത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്തുകൊണ്ടങ്ങനെ? അതിന് മറുപടി, ഇവർ പറയുന്നതൊന്നും പ്രവർത്തിക്കാത്തവരാണ്, പണ്ഡിതന്മാരാണെങ്കിലും പറയുന്നത് ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടാണ് ആ ശിക്ഷ എന്ന്. ഉജ്ജ്വലമായ സാമൂഹ്യ ദർശനങ്ങളുള്ള, പാരിസ്ഥിതിക ദർശനങ്ങളുള്ള, മാനവിക വീക്ഷണങ്ങളുള്ള ഒരു പുസ്തകം എന്ന നിലയിൽ എൻ്റെ 2 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം ഇഖ്റാ ബിസ്മി റബീക എന്ന അവതീർണമായ പരിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥമാണ്. ഈ അഭിമുഖത്തിൽ കൃത്യമായി ചോദ്യകർത്താവ് GS പ്രദീപിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, കൗതുകം തോന്നിയ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദ്യകർത്താവിനോട് ഒരു അനുമതി ചോദിച്ചു. 2 പുസ്തകങ്ങളുടെ പേര് പറയാൻ അനുവദിക്കണം. അതിലൊന്ന് വിശുദ്ധ ഖുർആനായിരുന്നു. ആ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ എന്താ കാരണം? നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സുസ്ഥിരങ്ങളായ ഉറച്ച പർവ്വതങ്ങളെ സ്ഥാപിച്ചവനാകുന്നു അല്ലാഹു എന്ന് 1400 വർഷം മുമ്പ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞതുകൊണ്ട് ആ ഗ്രന്ഥമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥമെന്ന് വായിക്കുന്ന അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞ GS പ്രദീപിൻ്റെ വാചകങ്ങളൊന്നും ഒരു യുക്തിവാദിയെ സന്തോഷിപ്പിച്ചു കൊള്ളണമെന്നില്ല. കാരണം പ്രാകൃതനും മനോരോഗിയുമായ ഒരു അറബി ഗോത്രരാജാവിൻ്റെ അതിവിദഗ്ധ ഹസ്തങ്ങൾ രൂപം കൊടുത്തതാണ് ഈ കൃതിയെന്ന് യുക്തിവാദിയുടെ ആചാര്യൻ ഖുർആൻ ഒരു വിമർശന പഠനമെന്ന പുസ്തകത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ഞാടുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ സഹോദരന്മാരെ, ഈ വിശുദ്ധ ഖുർആനിൽ ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ വിശുദ്ധ ഖുർആനാവുകയുള്ളൂ എന്നുള്ള വാദം ഒരിക്കലും മുസ്ലിം പണ്ഡിതന്മാർക്കില്ല. പക്ഷേ ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള വാചകഘടനകൾ വന്നിട്ടുള്ള ആ ഗ്രന്ഥം പഠിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ഉണർത്തലിന് വേണ്ടി മാത്രമാണ് ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം മറ്റൊരു വിഷയവുമായി.